നമസ്കാരം. ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളാണ് മാധ്യമങ്ങൾ. ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മാധ്യമപ്രവർത്തകർ പലരും മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപൂർവമായ ഒന്നാണ് നമ്മുടെ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മുൻ സെക്രട്ടറിയും അതിനും തൊട്ടുമുമ്പ് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ശ്രീ രാധാകൃഷ്ണൻ നമ്മുടെ കണ്ണമ്മൂല വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ചേട്ടാ, ഈ സ്വതന്ത്രനായി മത്സരിക്കുന്നുള്ള തീരുമാനം അതെങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞൊരു 35-36 കൊല്ലമായി, എൻ്റെ ഒരു 16-ാമത്തെ വയസ്സ് മുതൽ ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ചുള്ള ഒരു പരിചയം, ഒരു ഊർജം, അതാണ് എന്നെ ഇതുവരെ നയിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്വന്തമായി ഒരു താല്പര്യം, എൻ്റെ കാര്യമോ എൻ്റെ വീട്ടുകാര്യമോ പ്രത്യേകിച്ച് താല്പര്യമെടുത്ത് നടന്ന് ശീലിച്ചിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ഈ കണ്ണമ്മൂല വാർഡിനെ സംബന്ധിച്ച് ഞാൻ ജനിച്ചു വളർന്ന, ഞാൻ ജീവിച്ച മണ്ണാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നും പിന്തുണ വേണ്ട എന്ന് ആദ്യമേ പറഞ്ഞ ആളാണ് ഞാൻ. കാരണം എനിക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യണം, ആളുകൾ എന്നെ വിജയിപ്പിക്കുന്നുള്ളൊരു ആത്മവിശ്വാസം ആദ്യമേ ഉണ്ട്. അങ്ങനെ തോന്നിയുകൊണ്ടാണ് മത്സരരംഗത്തിറങ്ങുന്നത്. കാരണം ഒരു കോർപ്പറേഷൻ വാർഡിൽ ഇവിടെ ഇപ്പോൾ 6 ബൂത്തുകളിലായി 6500 വോട്ടർമാരുള്ള സ്ഥലമാണ്. ഈ ആളുകളെ മുഴുവൻ കാണാനും ഈ സംവിധാനങ്ങൾ ഒരുക്കി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാനൊക്കെ എത്ര പേര് അതിന് പിന്തുണ തരും, ആരൊക്കെ കൂടെ ഉണ്ടാവും, വോട്ട് ചെയ്താൽ മാത്രം പോരല്ലോ, അതിൻ്റെ രംഗത്ത് നിൽക്കാൻ എത്ര പേരുണ്ടാവും എന്നൊക്കെയുള്ള ആശങ്ക ഒരുപാട് പേർക്കുണ്ടാവും. അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ എനിക്കുണ്ടായ ഒരു ആത്മവിശ്വാസം, എൻ്റെ ഒപ്പം നിൽക്കാൻ കുറേ ആളുകൾ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പ്രവർത്തിക്കാനും മുമ്പോട്ട് പോകാനും തെരഞ്ഞെടുപ്പ് വിജയിക്കാനും, വിജയിച്ച് കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കാര്യങ്ങൾ നന്നായി ചെയ്യാനും എൻ്റെ ഒപ്പം ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒപ്പം ഇരിക്കുന്ന സെൻറ് ജോസ് സ്കൂളിൻ്റെ മുൻ പ്രിൻസിപ്പൽ, എൻ്റെ അധ്യാപകനുമായിരുന്നു അദ്ദേഹം തന്നെ എൻ്റെ ശ്രീ എം എ ജോർജ്, ഈ ജോർജ് സാറ് തന്നെ എൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ടവരിൽ ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം, കഴിഞ്ഞ 2 മാസമായി ഈ വാർഡിൻ്റെ വിവിധ മേഖലകളിൽ താമസിക്കുന്ന പ്രഗത്ഭരായ ആളുകൾ, എഴുത്തുകാർ, സ്കൂൾ അധ്യാപകർ, സ്കൂൾ ഹെഡ് മാസ്റ്റർമാരായിരുന്നവർ, ബാങ്ക് ഉദ്യോഗസ്ഥർ, AG's ഓഫീസ് ജീവനക്കാർ, ഇങ്ങനെ ഒരു പ്രബലമായ കുറേ ആളുകൾ എൻ്റെ ഒപ്പം വന്ന് ചേരുകയാണ്. അപ്പോൾ അതൊരു നന്മയുള്ള കണ്ണമ്മൂല എന്നുള്ളൊരു ടൈറ്റിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ മത്സരരംഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയായി അവർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കണം, അങ്ങനെ ഒരു സാഹചര്യം വന്നാലോ, അത് വേണ്ട, ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാം. അപ്പോൾ അത് ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കുറേ മീറ്റിങ്ങുകൾ നടത്തി. അതുകൊണ്ട് വലിയ ആൾക്കൂട്ടം, ഒരു 350-400 ഒക്കെ ആളുകൾ പങ്കെടുത്ത 3 യോഗങ്ങൾ വാർഡിൻ്റെ വിവിധ മേഖലകളിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വല്ലാത്ത ആത്മവിശ്വാസമാണ്. ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ മറികടന്ന് എനിക്ക് വോട്ട് ചെയ്യാൻ, പല ആളുകൾക്കും പലതരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടല്ലോ, പ്രവർത്തകർ മാത്രമല്ല, ഞാൻ പറഞ്ഞ അനുഭാവികളടക്കം, അതെല്ലാം മറികടന്ന് എനിക്ക് വോട്ട് ചെയ്യാമെന്ന് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും വളരെ അടുത്ത് എൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നതിൻ്റെ ഒരു ശക്തി, ആ ഊർജ്ജമാണ് എന്നെ നയിക്കുന്നത്. ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഇന്ന് നമ്മൾ പത്രിക പിൻവലിക്കാനുള്ള ഡേറ്റാണ്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ 6500 വീടുകളിൽ ഓടിയെത്തണം, അല്ലെങ്കിൽ 6500 വോട്ടർമാരുടെ ഇടയിൽ ഓടിയെത്തണം. തുടക്കത്തിൽ തന്നെ ചേട്ടൻ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് തന്നെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ യോഗങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിച്ചു. എന്ത് വിഷയമാണ് പ്രധാനപ്പെട്ട കണ്ണമ്മൂലയിലെ എന്ത് വിഷയമാണ് ജനങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിക്കുന്ന സമയത്ത് ചൂണ്ടിക്കാണിക്കുന്നത്? അല്ല, ഏതാണ്ട് 13 റെസിഡൻസ് അസോസിയേഷനുകൾ കണ്ണമ്മൂല വാർഡിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു റെസിഡൻസ് അസോസിയേഷൻ ആളായിട്ടല്ല ഞാൻ ഇത്ര കാലം പ്രവർത്തിച്ചത്. കണ്ണമ്മൂലയിൽ ക്രാഫ്റ്റ് എന്ന പേരിൽ കണ്ണമ്മൂലയിൽ റെസിഡൻസ് അസോസിയേഷൻസ് ഫെഡറേഷൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ഞാൻ ദീർഘകാലം. അപ്പോൾ ഈ കണ്ണമ്മൂലയിലെ റെസിഡൻസ് അസോസിയേഷനുകളെ സംബന്ധിച്ച് ഞാനിപ്പോൾ സെക്രട്ടറി ആയിരിക്കുന്ന പാറ്റൂർ അസോസിയേഷൻ മാത്രമല്ല, ഏതാണ്ട് 13 അസോസിയേഷനുകൾ ചെറുതും വലുതുമായി ഉണ്ട്. അതിലേറ്റവും വലുത് കണ്ണമ്മൂല റെസിഡൻസ് അസോസിയേഷനാണ്, KRA. അതുപോലെ തന്നെ വലുതാണ് KVRA, MRA, EMS നഗർ റെസിഡൻസ് അസോസിയേഷൻ, തമ്പുരാമുക്ക് റെസിഡൻസ് അസോസിയേഷൻ, അങ്ങനെ 13 എണ്ണം. ഇവരാരും മോശക്കാരല്ല, എല്ലാവരും നല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വാർഡിൽ രാഷ്ട്രീയക്കാരെക്കാൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ കൂടുതലായി ആളുകളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടുന്നത് റെസിഡൻസ് അസോസിയേഷനുകളാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഓരോന്നായി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിരവധി പ്രശ്നങ്ങൾ റോഡിലൂടെ, ഈ 3 മുക്കിലും 4 മുക്കിലും കണ്ണമ്മൂലയിലേക്കുള്ള വഴികളിൽ റോഡിലൂടെ നേരെ നടക്കാൻ കഴിയാത്ത വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ
സ്ലാബുകൾ, ഇളകിയ സ്ലാബുകളും വീതി കുറഞ്ഞ റോഡിൽ സൈഡിൽ ചെറിയ വൃത്തികെട്ട കനാലുകളും ഒക്കെയുള്ള നടന്നു പോകാൻ തന്നെ വളരെ പ്രയാസമുള്ള വഴികളുണ്ട്. കുടിവെള്ളത്തിൻ്റെ ഗുരുതരമായ പ്രശ്നം, പല ഇടവഴികളിലും മുടുക്കുകളിലൊന്നും കുടിവെള്ളം കിട്ടുന്നില്ല. ഞാൻ തന്നെ കഴിഞ്ഞ 4-5 വർഷമായി ഞാനും ഒരു സംവിധാനം, നമ്മുടെ ഈ പോസിറ്റീവ് കണ്ണമ്മൂല എന്ന പേരിൽ ഞങ്ങളുടെ ഒരു സുഹൃത്ത് വലയം, ഒരു കൂട്ടായ്മ കണ്ണമ്മൂല വാർഡിലുണ്ട്. ഞങ്ങളെല്ലാം തന്നെ, ഞാനും ഈ ഇരിക്കുന്ന ജോർജ് സാർ അടക്കം, ഞങ്ങളെല്ലാവരും തന്നെ ഒരുപാട് ഘട്ടങ്ങളിൽ അതിനുവേണ്ടി ഇടപെടുകയും വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പലതും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രാഥമികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക. പിന്നെ അതുകൂടാതെ ഞാൻ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിയായിരിക്കുമ്പോൾ അവിടെ നിന്ന് സാധാരണ മനുഷ്യർ ജീവിക്കുന്ന കോളനികളിൽ, ഒരു പ്രയാസം അനുഭവിക്കുന്ന കോളനികളിൽ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ കൊടുക്കുക, ഭക്ഷ്യ കിറ്റുകൾ കൊടുക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. ഇതിനൊക്കെ അപ്പുറം വ്യക്തിപരമായി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ മക്കൾ, പലരുടെയും മക്കൾ സ്ഥലത്തില്ല, പഠനാർത്ഥം പുറത്താണ്, അല്ലെങ്കിൽ ജോലി സംബന്ധമായി എവിടെയെങ്കിലും ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ആവശ്യം വന്നാൽ അവരുടെ ഒരു കൂടപ്പിറപ്പായി അല്ലെങ്കിൽ അവരുടെ സഹോദരനായി പെട്ടെന്ന് എത്താൻ കഴിയുക, അങ്ങനെ ഒരു സമർപ്പിതമായ ജീവിതത്തിലൂടെ ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് 5 കൊല്ലം കഴിയുമ്പോൾ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ ആവണം ഒരു കൗൺസിലർ എന്നൊരു മാതൃക കാണിക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ പരിശ്രമം. അവകാശ സമരത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സാധാരണക്കാരൻ്റെ ശബ്ദമാണ് മാധ്യമം. അപ്പോൾ മാധ്യമപ്രവർത്തകനായി ദീർഘകാലത്തെ മാധ്യമപ്രവർത്തന രംഗത്തുള്ള സേവന പാരമ്പര്യം, അതോടൊപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷനുമായി ചേർന്ന് നിന്നുകൊണ്ട് സാധാരണക്കാരുടെ കണ്ണീരൊപ്പുന്ന കാരുണ്യത്തിൻ്റെ സ്പർശമായി മാറിയ രാധാകൃഷ്ണൻ ചേട്ടൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.